സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ചാറ്റ് ആപ്ലിക്കേഷനുകളുടെ ഉപയോഗത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇനി മുതൽ വാട്സ്ആപ്പ്, ടെലിഗ്രാം ഉൾപ്പെടെയുള്ള ആപ്പുകളിലെ അക്കൗണ്ടുകൾ ഉപയോഗിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോണിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. കേന്ദ്ര ടെലികോം മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മെറ്റ, ടെലിഗ്രാം അടക്കമുള്ള പ്രധാന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് കൈമാറിയത്. സിം ബൈൻഡിംഗ് എന്നറിയപ്പെടുന്ന ഈ സംവിധാനം നടപ്പാക്കുന്നതോടെ ഒരു സിം ഒരു ഫോണിൽ ഇട്ടുകൊണ്ട് മറ്റൊരു സ്മാർട്ട് ഫോണിൽ അതേ നമ്പർ ഉപയോഗിച്ച് ഈ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നതിന് ഇനി സാധ്യമാകുകയില്ല. വാട്സാപ്പ്, ടെലിഗ്രാം, സിഗ്നൽ, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, ജിയോ ചാറ്റ് തുടങ്ങിയ എല്ലാ പ്രധാന ചാറ്റ് ആപ്പുകൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. 90 ദിവസത്തിൽ കൂടുതൽ സിം കാർഡ് ആപ്പ് ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് മാറ്റിവെക്കാൻ പാടില്ല. തടസ്സമില്ലാത്ത സേവനത്തിന് ഇത് നിർബന്ധമാണ്. വാട്സപ്പ്, വെബ് പോലുള്ള വെബ് അധിഷ്ഠിത സേവനങ്ങൾ ഉപയോഗിക്കുന്നവർ ഓരോ 6 മണിക്കൂറിലും ലോഗൌട്ട് ചെയ്ത് QR കോഡ് വഴി വീണ്ടും ലോഗിൻ ചെയ്യേണ്ട രീതിയിൽ ക്രമീകരണങ്ങൾ വരുത്തണമെന്നും കമ്പനികൾക്ക് നിർദ്ദേശമുണ്ട്. പുതിയ ചട്ടം നടപ്പിലാക്കുന്നതിലൂടെ സൈബർ തട്ടിപ്പുകളും അക്കൗണ്ടുകളുടെ ദുരുപയോഗവും തടയാനാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. 2025 അവതരിപ്പിച്ച ടെലികോം സൈബർ സെക്യൂരിറ്റി ഭേദഗതി നിയമപ്രകാരം മൊബൈൽ നമ്പർ വഴി രജിസ്റ്റർ ചെയ്യുന്ന ആപ്പുകളെല്ലാം ടെലികമ്മ്യൂണിക്കേഷൻ ഐഡന്റിഫയർ യൂസർ ഐഡന്റിറ്റികൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഈ ആപ്പുകൾക്ക് ടെലികോം നിയമങ്ങളുടെ കർശനമായ നിയന്ത്രണങ്ങൾ ബാധകമാകും. ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വിദേശത്ത് ഉള്ളവർ പോലും ഇന്ത്യൻ സിം കാർഡുകൾ വഴി അക്കൗണ്ടുകൾ ഉണ്ടാക്കി തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ സിം കാർഡ് ഫോണിൽ ഇല്ലാത്തതിനാൽ തട്ടിപ്പുകാരുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കാത്തത് അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കുന്നു. സിം ബൈൻഡിംഗ് വരുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കാനാകും. നിലവിൽ UPI ആപ്പുകൾക്കും ബാങ്കിംഗ് ആപ്പുകൾക്കും മാത്രമാണ് സിം ബൈൻഡിംഗ് നിർബന്ധമായിരുന്നത്. ഈ നിയമം നിലവിൽ വരുന്നതോടെ 2 ഫോണുകളിൽ സിം മാറ്റി ഉപയോഗിക്കുന്ന സാധാരണ ഉപയോക്താക്കൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. സിം കാർഡ് ഫോണിൽ നിന്ന് മാറിയാൽ അക്കൗണ്ടുകളുടെ പ്രവർത്തനം ഒരുപക്ഷെ നിലച്ചേക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളം.